വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനുള്ളത് മത്സര പാട്ടുകൾ തന്നെ തിരഞ്ഞെടുത്തു, അതായത് ട്രഡീഷണൽ പാട്ടുകൾ തന്നെ തിരഞ്ഞെടുത്തു പാടി എന്ന ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത്. നമുക്ക് പല്ലവി കേൾക്കുമ്പോൾ തന്നെ അറിയാം കുട്ടികൾ എത്രമാത്രം പൊട്ടൻഷ്യലുണ്ട്, അവരുടെ കഴിവ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. വളരെയധികം കഴിവുള്ള, പാടാൻ ജ്ഞാനമുള്ള, മ്യൂസിക്കലി ജ്ഞാനമുള്ള കുട്ടികളാണ് ഇവിടെ മത്സരിച്ചവരൊക്കെ. മത്സരത്തിൻ്റെ ഒരു ടെൻഷൻ അവരെ നന്നായി ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഒരു മത്സരത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 ടിപ്പുകൾ പറയാം. ആദ്യമായി നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ, അതായത് നമ്മുടെ റേഞ്ചിന് പറ്റിയ പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന, മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു പ്രോബ്ലമാണ് മൈക്ക് കിട്ടുമ്പം നമ്മളുടെ റേഞ്ച് മറന്നുകൊണ്ടുള്ള പാട്ട്. നമ്മൾ എപ്പോഴും അനുപല്ലവി പാടിക്കൊണ്ട് വേണം സ്റ്റേജിലേക്ക് വരാൻ. അതായത് അനുപല്ലവിയിലേക്ക് പോകാനുള്ള, അതായത് കൃത്യമായിട്ട് നമ്മൾക്ക് അനുപല്ലവി ടെൻഷൻ ഇല്ലാതെ, സ്ട്രെയിൻ ഇല്ലാതെ പാടി അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പല്ലവി തുടങ്ങേണ്ടത്. എപ്പോഴും മത്സരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് സ്റ്റേജിലേക്ക് കണ്ട് കയറി മൈക്ക് കിട്ടിയാൽ പിന്നെ ഒരു ആർപ്പാണ്. അപ്പം നമുക്ക് ബാക്കി പാടി മുഴുമിപ്പിക്കാൻ വളരെയധികം പ്രയാസം ഉണ്ടാകും. ഇവിടെ OM കരുവാരക്കുണ്ട്, ബദറുദ്ദീൻ പാറന്നൂർ, വടക്കിനിയടുത്ത്, വൈദ്യർ, പ്രധാനപ്പെട്ട ഒരുപാട് രചയിതാക്കളുടെ പാട്ടുകൾ വന്നു. വളരെ സന്തോഷം. ഇവരൊക്കെ നമുക്ക് അടുത്തറിയാവുന്നവരാണ്. പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പ് ആദ്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രശ്നം ആ പാട്ട് എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായി അത് എത്ര തവണ കേൾക്കുക, പാടുക, കേൾക്കുക, പാടുക, എത്ര തവണ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ടെൻഷൻ ഉണ്ടാകും. മത്സരം എന്നുള്ള നിലക്ക് ഒരു പാട്ടിനെ കൃത്യമായി ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞാൽ കുറേ കൂടി നമ്മളെ കോൺഫിഡൻറ്റ് ലെവൽ കൂടും. അപ്പോൾ ഈ സ്റ്റെക്കാവലും, വിക്കാവലും, സ്ക്രാച്ച് വരലും ഒക്കെ നമുക്കൊരു പരിധി വരെ മാറ്റാൻ കഴിയും. മത്സരത്തിന് വേണ്ടി വേദിയിലേക്ക് കയറുന്ന സമയത്ത് നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ തൊണ്ട വരണ്ട്, നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അല്ല, മൈക്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എയർ പിടിച്ചിട്ട് തൊണ്ട വരലും ഡ്രൈ ആവും. അപ്പോൾ അത് നമ്മുടെ ശബ്ദത്തിനെയൊക്കെ ബാധിക്കും. ഇവിടെ മത്സരിച്ച മിക്ക മത്സരാർത്ഥികളും നല്ല രീതിയിലാണ് പാടി തുടങ്ങിയത്. നമ്മൾ ഫസ്റ്റ് പ്രൈസിലേക്ക് വരേണ്ട സാധനങ്ങൾ മറന്നിട്ടും അതുപോലെ സ്റ്റെക്കായിട്ടും ഒക്കെ പാടി മുഴുമിപ്പിക്കാൻ കഴിയാതെയുമൊക്കെ പോയിട്ടുണ്ട്. പല പാട്ടുകളും റേഞ്ച് കൂടിയിട്ട് പാടി മുഴുമിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പല്ലവി, അനുപല്ലവി മാത്രം പാടി പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. പിന്നെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് അതാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കേട്ടാൽ ഒരുപാട് ഇഷ്ടം തോന്നുന്ന പാട്ടുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് പാടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇഷ്ടം തോന്നുന്ന പാട്ടുകളെ നമുക്ക് എത്രമാത്രം പാടി ഫലിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളെ കഴിവ്, നമ്മുടെ ആ ഒരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കി വേണം പാട്ട് സെലക്ട് ചെയ്യാൻ. ആരെങ്കിലും നന്നായി പാടി വെച്ചതെന്ന് കരുതി നമുക്കത് നന്നായി പാടാൻ സാധിക്കും എന്ന് കരുതണം. പിന്നെ ഒരു കാര്യം, നമ്മൾ കുറേ ചടുകുടുള്ള പാട്ടുകൾ തന്നെ പാടണം നിർബന്ധമൊന്നുമില്ല. വൈദ്യരായാലും പൂർവ്വസൂരികളായ കവികൾ ഒരുപാട് നല്ല പാട്ടുകൾ, കുട്ടികൾക്ക് പാടാൻ കഴിയുന്ന നല്ല പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത്തരം പാട്ടുകളൊക്കെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് കുറയും. പിന്നെ ഇവിടെ കേട്ട പാട്ടിൽ നമുക്ക് തോന്നിയത് പാട്ടുകളുടെ ഇശലാണ്. ഒരു തനതായ ഇശല് ഒരു പാട്ടിന് ഉണ്ടാകും. ആ ഇശലിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ഈണങ്ങളെ മാറ്റുമ്പം വാക്കുകൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ മാറും. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, സങ്കര ഭാഷയിലാണ്. കാരണം ഒരുപാട് ഭാഷകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാപ്പിളപ്പാട്ടിൻ്റെ രചന വരുന്നത്. അതിൽ ഇംഗ്ലീഷും തമിഴും പേർഷ്യനും മലയാളവും ഒക്കെ ഇടകലർന്നാണ് അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത്, അറബിക്കും. അപ്പോൾ അതിൽ ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊത്തം മാറും. അർത്ഥം മാറിയാൽ ആ പാട്ടിൻ്റെ ആശയങ്ങൾ മൊത്തം മാറും. ഇപ്പം നമ്മൾ ഇശല് വ്യതിചലിച്ച് പാടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പാട്ടിനും ഓരോ ഭാവമുണ്ട്. ആ ഭാവത്തിൽ നിൽക്കാൻ ആ ഇശലിന് കഴിയണം. അതായിരിക്കും അതിൻ്റെ തനത് ഇശല്. ആ ഇശലിൽ നിന്നും വ്യതിചലിച്ച് വരുമ്പോൾ ആ പാട്ടിൻ്റെ ഭാവത്തെ മൊത്തം മാറ്റിമറിക്കും. ഇപ്പോൾ
ദുനിയാവിൻ അഴകിൽ രസിത്ത് മതിത്ത് പുളയ്ക്കും നമ്മൾക്ക് ദുരിതപ്പാടേറിയ നാള് ഖിയാമമതുണ്ടെന്നോർമ്മിക്ക് കനമേറിയ കല്ലുമതിൻ പുറമണ്ണും മണിയറ ചെത്തിക്ക് കരിപൂശിയ രാവു ഭയാനകമാവുമതെന്നത് ചിന്തിക്ക് അറകുത്തി ഒഴുകുന്ന കനൽപ്പെട്ട വീരിത്തിട്ട് മുറതെറ്റി നടക്കാതെ ഒരുവനെ നമുക്ക് ഇറക്കവും ഉറക്കവും ഇരുത്തവും പൊരുത്തവും പുറംപൊക്കിൽ പതറാതെ പെരിയോനെ സ്തുതിക്ക് ഇടനാഴിയിൽ ഇത്തിരി നേരം അതല്ലേ ജീവിതം സൂക്ഷിക്ക് ഇരുലോകം പോറ്റും ജഗപരിപാലകനോട് പ്രാർത്ഥിക്ക്. ഇത് ഞാൻ വളരെ സ്ലോയിലാണ് പാടിയത്. ഇതിന്റെ ഒറിജിനൽ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുൽഫാണ് ഇതിന്റെ ഒറിജിനൽ പാടിയത്, രചയിതാവിനെ ഞാൻ പറയുന്നില്ല. ഈ പാട്ട് വളരെ സ്പീഡിൽ അതിഗംഭീരമായിട്ടാണ് ഈ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയുക. ഇതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഖബറാണ്. അപ്പൊ അതിനൊരു ആ ഖബറിന്റെ ഇതിപ്പോ കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് PPM കുട്ടി പാടി വെച്ചൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടിനൊരു ഭാവമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഖബറിനെയും മരണത്തെയും ഓർമ്മ വരണം. ഈ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കേൾക്കുന്ന പോലെ നമുക്ക് ഖബറിനെയും മരണത്തെയും ഓർക്കാൻ കഴിയില്ല. അത് അതിൻ്റെ ഈണത്തിൽ വന്ന മാറ്റം കൊണ്ടാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ തനതായ ഇശലുണ്ട്. ആ ഇശലിൽ നിന്ന് വ്യതിചലിച്ച് പാടി ആ പാട്ടിൻ്റെ മൊത്തം ഭാവം നമുക്ക് നഷ്ടപ്പെടും. അതുപോലെയാണ് ഇശല് കൃത്യമല്ലെങ്കിൽ അതിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകും. മനേ താരുൾ കഞ്ചം ഹുസൈയാം നബി സുലൈ മനോരുറക്കത്തിൽ എതിർക്കയുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഇതിൽ സുലൈമാൻ എന്ന് പറയുന്നത് ഒരു പേരാണ്, നബിയുടെ പേരാണ്. അവിടെ സുലൈ എന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പുറം മാന് പാടുമ്പോൾ ആ പേര് കട്ടായി. അതുപോലാണ് വാക്കുകളുടെ അർത്ഥം മാറുന്നത്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ല. തെറ്റുന്ന നമ്മൾ കിട്ടുന്ന നല്ല പാട്ട്, നമുക്ക് കേട്ടാൽ ഇഷ്ടം തോന്നുന്ന പാട്ടായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. അത് ഒന്ന് ആരെ കൊണ്ടെങ്കിലും ഈ മേഖലയിലുള്ള ആരെ കൊണ്ടെങ്കിലും നിങ്ങളൊന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ തെറ്റുകൾ തീർക്കാനും ഇശലുകളെ മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ട് അടുത്ത വേദിയിലേക്ക് പോകണമെന്ന് ഉണർത്തി റിസൾട്ട് പറയാണ്. ഒരിക്കൽ കൂടി പറയാണ്, പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ല കഴിവുള്ള പ്രൈസിലേക്ക് വരേണ്ട സാധനങ്ങളൊക്കെ സ്റ്റെക്കായും വിക്കായും മാറിപ്പോയിട്ടുണ്ട്. തേർഡ് പ്രൈസിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ചെസ് നമ്പർ 101 ആൻഡ് സെക്കൻഡ് പ്രൈസ് 109 ആൻഡ് ഫസ്റ്റ് പ്രൈസ് 104. താങ്ക് യു.